സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷിക ഉദ്ഘാടന സമ്മേളനം ശക്തിപ്രകടനമാക്കി മാറ്റി സമസ്ത ഇ.കെ. വിഭാഗം. ബംഗളൂരു പാലസ് ഗ്രൗണ്ടിൽ നടന്ന പൊതുസമ്മേളനം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വിപ്ലവം തീർക്കാൻ സമസ്തയ്ക്ക് ഇനിയും കഴിയട്ടെ എന്ന് സിദ്ധരാമയ്യ പറഞ്ഞു. സമസ്തയുടെ 100-ാം വാർഷിക മഹാസമ്മേളനം 2026 ഫെബ്രുവരിയിൽ നടക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികത്തിന് കന്നഡ മണ്ണിൽ പ്രൗഢസാക്ഷ്യം. കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിന്ന് പതിനായിരങ്ങളാണ് പരിപാടിക്കെത്തിയത്. 100 വർഷം തികയ്ക്കുന്നത് സമസ്തയുടെ നാഴികക്കല്ലാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കർണാടക ಮುಖ್ಯಮಂತ್ರಿ ಸಿದ್ದರಾಮಯ್ಯ പറഞ്ഞു. ಇಂಥ 100ನೇ ವರ್ಷದ ಸಮ್ಮೇಳನವನ್ನು ಆಚರಣೆ ಮಾಡುವಾಗ ನಾವು ನಡೆದು ಬಂದಿರತಕ್ಕಂಥ ಹಾದಿಯನ್ನು ಒಮ್ಮೆ ನೋಡಬೇಕು. ಮುಂದಿನ ನಮ್ಮ ಗುರಿ ಏನು ಅಂತಕ್ಕಂಥದ್ದನ್ನು ಕೂಡ ಗುರುತು ಮಾಡ್ಕೋಬೇಕು. ಆ ಗುರಿಯ ಕಡೆಗೆ ದೃಢವಾದಂಥ ಹೆಜ್ಜೆಗಳನ್ನು ಇಡ್ತಕ್ಕಂಥ ಪ್ರಯತ್ನವನ್ನು ಮಾಡಬೇಕು. ಮತ್ತೆ ಅದನ್ನು ಸಾಧಿಸ್ತಕ್ಕಂಥ ಪ್ರಾಮಾಣಿಕ ಪ್ರಯತ್ನವನ್ನು ಮಾಡಬೇಕು ಅಂತೇಳಿ ಈ ಸಂದರ್ಭದಲ್ಲಿ ಈ ಸಂಘಟನೆಗೆ ಹೇಳಲಿಕ್ಕೆ ನಾನು ಬಯಸ್ತಾ ಇದ್ದೇನೆ. സമസ്തയുടെ പൈതൃകം അത്ഭുതപ്പെടുത്തിയെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ಡಿ.ಕೆ. ಶಿವಕುಮಾರ್ പറഞ്ഞു. ನಾನು ಬೆಂಗಳೂರಿನಲ್ಲಿ ಇಂಥ ಒಂದು ಪವಿತ್ರವಾದಂಥ ಯುವಕರ ಸಂಘಟನೆ, 100 ವರ್ಷದ ಇತಿಹಾಸ, ಎಷ್ಟು ದೊಡ್ಡ ಶಿಸ್ತಿನ ಸಂಘಟನೆ ನಾನು ಬೆಂಗಳೂರಿನಲ್ಲಿ ನೋಡಿರಲಿಲ್ಲ. ಇದಕ್ಕೆ ನಾನು ಡಿ.ಕೆ. ಶಿವಕುಮಾರ್ ಆಗಿ ಅಭಿನಂದಿಸ್ತಾ ಇಲ್ಲ, ಡೆಪ್ಟಿ ಚೀಫ್ ಮಿನಿಸ್ಟರ್ ಆಗಿ ಅಭಿನಂದಿಸ್ತಾ ಇಲ್ಲ, ಕಾಂಗ್ರೆಸ್ ಪಕ್ಷದ ಅಧ್ಯಕ್ಷನಾಗಿ ಅಭಿನಂದಿಸ್ತಾ ಇಲ್ಲ, ಇಡೀ ಸರ್ಕಾರದ ಪರವಾಗಿ ನಿಮಗೆ ನಾನು ಅಭಿನಂದಿಸ್ತಾ ಇದ್ದೇನೆ. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. മുൻഗാമികൾ നൽകിയ ഊർജ്ജമാണ് സമസ്തയുടെ ശക്തിയെന്ന് സമ്മേളനത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ഇവിടുത്തെ സമാധാനവും സ്നേഹവും ഒക്കെ ഇവിടെ ഉണ്ടാവണം. അതിനൊക്കെ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു ഭരണഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുള്ളത്. അതിൻ്റെ എല്ലാം പുറമെ വിധേയ ആശയങ്ങൾക്കെതിരെ ശക്തമാവുന്ന നിലക്ക് അതിനെ പ്രതിരോധിക്കാനും അവർ സന്നദ്ധരായി. അവരിൽ നിന്നുള്ള ഊർജ്ജമാണ് നമുക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ മുൻഗാമികളാവുന്ന നേതാക്കന്മാർ, അവരിൽ നിന്നുള്ളതായ ഊർജ്ജമാണ് നമുക്കൊക്കെ ഉള്ളത്. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന് പുറത്ത് സമസ്തയുടെ സമ്പൂർണ്ണ മുഷാവറ യോഗവും ബാംഗ്ലൂരിൽ ചേർന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനോടുള്ള സമസ്തയുടെ ഐക്യാഹ്വാനം സമ്മേളനത്തിൽ ലീഗ് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ സമസ്തയുടെ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾക്ക് മാത്രമാണ് ബാംഗ്ലൂർ സമ്മേളനം വേദിയായത്. റിപ്പോർട്ടർ മുബഷിർ പി. അക്ബർ, ഇൻ റിപ്പോർട്ടർ, ബാംഗ്ലൂർ.